ഹലോ, ഇന്നലെ നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ കണ്ടു. ഇന്നലെ ആ വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരാറുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഒരെണ്ണം സിമ്പിൾ ആയിട്ടുള്ളത്, മറ്റേത് ബീഡ്സ് ആഡ് ചെയ്തിട്ടുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്നുള്ള സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ മെറ്റീരിയൽസിൽ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഈ ഒരു ഗേജ് വയർ ആണ്. അത് 0.3 mm എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ബഡ്സിൻ്റെ അതുപോലെ പോളൻ്റെ തണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അത്രയും നീളം വേണ്ട. ഇനി നമുക്ക് ഫെൽറ്റ് ഷീറ്റ് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ 1.5 ഇഞ്ച് ഡയമീറ്ററിലാണ് കേട്ടോ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൈസ് ചേഞ്ച് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ പ്രോ സർക്കിൾ ഉള്ള കാരണമാണ് ഞാനത് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ മൂടിയോ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മാത്രം B7000 യൂസ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം കുറച്ച് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ബഡ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അടുപ്പിച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരേ സൈസിലുള്ള ബഡ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്ന കാരണം ഒരുമിച്ച് സർക്കിൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കരുത്. നമ്മൾ ബഡ്സ് ഒട്ടിക്കുന്നതനുസരിച്ചിട്ട് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ആദ്യമേ നമ്മൾ ആ സർക്കിൾ ഫുള്ള് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബഡ്സ് ഒട്ടിച്ച് വരുമ്പോഴേക്കൊക്കെ ഗ്ലൂ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ബഡ്സ് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ബഡ്സ് ഒട്ടിച്ചെടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ പോളനായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പോളൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 പോളനാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗോൾഡ് കളർ പോളന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്കതിനെ കസ്റ്റമൈസേഷൻ വരാറുണ്ട്. കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് പോളൻ്റെ ആ ഒരു കളർ ചേഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. പോളനാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആദ്യത്തെ ഒരു ഡിസൈൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലിപ്പിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ക്ലിപ്പിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ എപ്പോഴും B7000 ആട്ടോ യൂസ് ചെയ്യാറുള്ളത്. കാരണം ഈ ഒരു മെറ്റലിൽ ഒട്ടാനായിട്ട് ഏറ്റവും നല്ലത് ആ ഒരു ഗ്ലൂ ആണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലിപ്സിൽ ഒട്ടിക്കാനായിട്ട് ഈ ഒരു ഗമ്മാട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് B7000 യൂസ് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു സെറ്റ് ക്ലിപ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ക്ലിപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. അതിൽ നമ്മൾ ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് എടുത്തിട്ടുള്ള ഗേജ് വയർ ആണെന്ന് പറഞ്ഞല്ലോ, 0.3 mm ഗേജ് വയർ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഇതുപോലെ ബീഡ്സ് കോർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 30 cm ലെങ്ത്തിലാണ് ഗേജ് വയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു ഒറ്റന്ന് ഒരു 5 ബീഡ്സ് ഇതുപോലെ കോർത്തെടുക്കുക. 3 mm ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗോൾഡ് കളർ പോളാൻ എടുത്ത കാരണം ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു 5 ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരണം ഈ ഒരു ഗേജ് വയറിൻ്റെ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരറ്റത്തു നിന്ന് നമ്മൾ വീണ്ടും 5 ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഇതേ സെയിം മെത്തേഡിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. 0.3 mm ആകുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 0.4 mm ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കരുത്, അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ജെൻറ്റിലായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. 2 സെറ്റ് ബീഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 2 കമ്പിയും ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ല, ഒരു തണ്ട് പോലെ താഴത്തേക്ക് വരും. വീണ്ടും നമ്മൾ സെയിം മെത്തേഡിൽ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മളൊരു 5 സെറ്റ് ബീഡ്സ് നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ 2 എണ്ണം വേണ്ട നമുക്ക് ഒരു ക്ലിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ക്ലിപ്പിൽ ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഫെൽറ്റ് ഷീറ്റ് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിതുപോലെ V ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബീഡ്സിൻ്റെ ഇതുണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബഡ്സ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ നമുക്ക് ബഡ്സ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതും എനിക്ക് ഒരുപാട് ബൾക്ക് ഓർഡർ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഓണത്തിന് മാത്രമല്ല അല്ലാതെ സെയിലാവുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി പേര് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളത് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കസ്റ്റമൈസർ വർക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.